നമുക്ക് ഫിഷ് ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഫിഷിന് മുകളിൽ നന്നായി പുരട്ടിയതിന് ശേഷം 5 മിനിറ്റ് മാറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം. അരിയുടെ ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത പാത്രത്തിലേക്ക് 1 കാരറ്റും പട്ടയും ഏലക്കായും ഇട്ട് വെള്ളം ചേർത്ത് തിളയ്ക്കുമ്പോൾ റൈസും ചേർത്ത് കുക്ക് ചെയ്യാം. ഫിഷ് റെഡി ആകുമ്പോൾ ഒരു ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷ് മറിച്ചിടുമ്പോൾ വളർന്നു പോവാതിരിക്കാനാണ് മല്ലിപ്പൊടി ചേർത്തത്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പെനിയിലേക്ക് 2 സവാള ചേർത്ത് പൊരിച്ചെടുക്കാം. നമുക്ക് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ്. നമുക്ക് കുറച്ച് മസാലയും ചേർക്കാനുണ്ട്. ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഈ വെളിച്ചെണ്ണ നമുക്ക് മസാല ചെയ്യാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം 8 സവാളയാണ്. ഇത് നന്നായി ഒന്ന് കുക്കായി വരട്ടെ. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കറിവേപ്പില ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഈ 3 ഫിഷ് എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം. ഇത് കുക്കായി കഴിയുമ്പോൾ ഇത് നമുക്ക് മുള്ള് മാറ്റിയെടുക്കാം. ഇതിൽ മുള്ള് കൊള്ളുന്നാതെ ശ്രദ്ധിക്കണം. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഫ്രൈ ഓഫ് ചെയ്യാം. സവാളയിലേക്ക് 4 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത സവാളയും ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ പെപ്പർ പൗഡറും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി മീൻ വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മളുടെ മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു പിടി മല്ലിയിലയും ഇട്ട് ഇങ്ങനെ ഞെട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മീൻറെയായി ഫ്രൈ ചെയ്ത ഫിഷ് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഈ ഫ്രൈ ചെയ്ത സവാളയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കണം. കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാല ദം ചെയ്തെടുക്കണം. ഒരു പകുതി ചോറ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത സവാളയും ചേർത്ത് ബാക്കി ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 2 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്തെടുക്കണം. ഇനി നെയ്യിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. 2 സ്പൂണ് നെയ്യിൻ്റെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ആവിക്കേറ്റെടുക്കാം. നമ്മളെ ഫിഷ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടിപൊളിയാ. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നമുക്ക് സർവ് ചെയ്യാം. ഇപ്പൊ അടിപൊളി ടേസ്റ്റുള്ള
ആവോലി ഫിഷ് ബിരിയാണി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.